അങ്ങനെ ഞങ്ങൾ ഉത്സവത്തിന് പോകട്ടെ, ഞങ്ങൾ കാത്തിരുന്ന് ഞങ്ങളുടെ ഉത്സവം വന്നെത്തിയിരിക്കണം. അപ്പോൾ അതിന് റെഡി ആയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ കയറിയപ്പോൾ തന്നെ അവിടെ കണ്ടത് കുലുക്കി സർബത്ത്, ചായ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. കയറിയപ്പോൾ തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ അത് ആരും അതേ കടയിലേക്ക് നോക്കിയിട്ട് എന്തൊക്കെയാണ് വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ എന്താ നമ്മുടെ പണ്ടത്തെ ഓർമ്മകളുടെ കളിപ്പാട്ടകളൊക്കെ കണ്ടു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പൂരം ഇറങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഐസ്ക്രീം ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു കോണാണ് കേട്ടോ ആദ്യം മേടിച്ചത്. ബട്ടർ സ്കോച്ചിൻ്റെ കോണായിരുന്നേ. എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ ബട്ടർ സ്കോച്ചിൻ്റെ എല്ലാ ഐസ്ക്രീമും. അങ്ങനെ പൂരം അവസാനിക്കാനായി കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ നേരെ കമ്മലൊക്കെ വാങ്ങാൻ പോയി കേട്ടോ. കമ്മലിൻ്റെ കട എവിടെ ഉണ്ടോ അവിടെ ഞങ്ങളും ഉണ്ടാവും കേട്ടോ. പിന്നെ നേരെ അങ്ങോട്ട് കയറി എനിക്ക് ഇഷ്ടപ്പെട്ട 4 കമ്മൽ ഞാൻ എടുത്തു കേട്ടോ. പിന്നെ നേരെ കോളിഫ്ലവർ പൊരിച്ചോടത്തേക്ക് കേട്ടോ പോയത്. അവിടെ പല തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നേ. ഞങ്ങൾ മേടിച്ച കോളിഫ്ലവർ ആയിരുന്നു കേട്ടോ. ഒരു പ്ലേറ്റ് കോളിഫ്ലവറിന് 50 രൂപയായിരുന്നേ. എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് മേടിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ അതേ ലാസ്റ്റ് 3 കോണും കൂടെ മേടിച്ചേ. അമ്മയ്ക്ക് ബട്ടർ സ്കോച്ച്, ആര്യക്ക് ഇറ്റാലിയൻ, എനിക്ക് ബ്ലാക്ക് കറണ്ട്, അങ്ങനെ വിവിധ പേരിൽ ഐസ്ക്രീം ആട്ടോ മേടിച്ചത്. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ.